ഹായ്, നമുക്കിന്നൊരു പപ്പായ തോരൻ ഉണ്ടാക്കി നോക്കിയാലോ? വരൂ. അതിനുവേണ്ടി ഞാനൊരു പപ്പായ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കട്ട് ചെയ്ത് അതിന് നല്ല കുട്ടപ്പനാക്കാൻ പോവാണ് കേട്ടോ. ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇതുവരെ ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഇന്ന് ഞാനൊരു വെറൈറ്റി ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് കഷ്ണങ്ങളാക്കിയത്. ഗ്രേറ്റ് ചെയ്തിട്ടും നമുക്ക് പപ്പായ തോരൻ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ ഞാൻ 2-3 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു 4-5 അല്ലി ചെറിയുള്ളി, ഒരല്ലി വെളുത്തുള്ളി, ഒരു 4-5 പച്ചമുളക്, ഒരു പിടി തേങ്ങ, ഇത്ര എടുത്തിട്ടുണ്ട്. ഇതിൽ വെളുത്തുള്ളി ഓപ്ഷനിലാണ്, നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ എടുത്തതിൻ്റെ പകുതിയോളം ചേർത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്യാൻ പോവുകയാണ്. നമ്മളിത് മിക്സ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ പപ്പായ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതും, തേങ്ങ, പച്ചമുളക് ഒരു 4-5 കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്, ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് 4-5 കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഉപ്പ്, ഇത്രയും ചേർത്ത് പപ്പായ നന്നായിട്ട് മിക്സ് ചെയ്യുക. ശേഷം കറിവേപ്പിലയും ചേർക്കണം. ഇതെല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഈ മിക്സിൽ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 20 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. കടുക് നല്ലോണം പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളൊരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർക്കുക. ചുവന്ന മുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തിരിഞ്ഞ് വെച്ചിട്ടുള്ള പപ്പായ ചേർത്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതിനനുസരിച്ചിട്ട് നോക്കിയ ശേഷം വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. പിന്നെ ചിലർ തേങ്ങ തിരുമുന്ന സമയത്ത് തന്നെ മഞ്ഞൾപ്പൊടി ഇടും. ഞാനിവിടെ അങ്ങനെ ഇട്ടിട്ടില്ല, ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇടാമെന്ന് കരുതിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ തിരുമുന്ന സമയത്ത് തന്നെ ഇടാം. നല്ലോണം തിരുമ്മി വയ്ക്കുക. എന്നിട്ടൊരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. വെള്ളം വളരെ കുറച്ച് മതി. നമ്മളധികം കനമില്ലാണ്ടാണ് അരിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതുകൊണ്ട് വളരെ കുറച്ച് വെള്ളം, അരി പിടിക്കാതിരിക്കാൻ മാത്രം വളരെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റായി അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട്. നമ്മുടെ പപ്പായ ആവശ്യത്തിനൊക്കെ വെന്തിട്ടുണ്ട്. കുഴഞ്ഞു പോകാൻ നോക്കുക. നമ്മുടെ പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.